ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉയിർ എന്ന സിനിമയുടെ കഥയാണ്. ഒരു കിണറ്റിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഇതൊരു ആത്മഹത്യയാണെന്ന് ആദ്യം കരുതിയ പോലീസിന് ലഭിക്കുന്ന ഓരോ തെളിവുകളും ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ആരാണ് ഈ പെൺകുട്ടി? അവൾ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത്? ഈ കേസിന് പിന്നിലെ സത്യം എന്താണെന്ന് അറിയാൻ ഈ സിനിമ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ അതിലെ ട്വിസ്റ്റുകൾ കണ്ട് നിങ്ങൾ തീർച്ചയായും ഞെട്ടിപ്പോവും. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കുട്ടിക്കാലത്ത് അജീബും അവന്റെ അനിയത്തി ബധുവും മാതാപിതാക്കളോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ബധു അജീബിനോട് തനിക്ക് ജനലിനരികിൽ ഇരിക്കണമെന്ന് പറയുന്നു. അജീബ് അവളോട് ആ വശത്തെ ജനലിനരികിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ അവിടെ പോയി ഇരിക്കുന്നു. ഈ സമയത്താണ് TTR ടിക്കറ്റ് പരിശോധിക്കാൻ വരുന്നത്. പരിശോധനയ്ക്ക് ശേഷം നോക്കുമ്പോൾ ജനലിനരികിൽ ഇരുന്ന ബധുവിനെ അവിടെ കാണാനില്ല. തുടർന്ന് ഉറങ്ങുകയായിരുന്ന അജീബ് ഞെട്ടി ഉണരുന്നു. ഇതുവരെ കണ്ടത് ഒരു സ്വപ്നമായിരുന്നെങ്കിലും കുട്ടിക്കാലത്ത് അജീബിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമായിരുന്നു ഇത്. അന്നു മുതൽ അവന് പലപ്പോഴും സ്വപ്നത്തിൽ അനിയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അജീബ് ഒരു ട്രെയിനിങ് SI ആയി ജോലി ചെയ്യുകയാണ്. അമ്മ ജീവിച്ചിരിപ്പില്ല. അസുഖബാധിതനായ അച്ഛനോടും ഭാര്യയോടുമൊപ്പമാണ് അവൻ ജീവിക്കുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അജീബ് വളരെ അസ്വസ്ഥനായിരിക്കുന്നത് കണ്ട് വീണ്ടും അനിയത്തി തന്നെയാണ് സ്വപ്നത്തിൽ വന്നതെന്ന് ഭാര്യ മനസ്സിലാക്കുന്നു. തുടർന്ന് അവൾ അജീബിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, അനിയത്തി തീർച്ചയായും എവിടെയെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാകും. അവളെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല. അതിനുശേഷം അജീബ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അതേ സ്റ്റേഷനിൽ SI ആയി ജോലി ചെയ്യുന്ന ജോയ്ക്കും ഭാര്യയ്ക്കും വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളായിട്ടും കുട്ടികളില്ല. ഇതിനായി അവർ കഴിഞ്ഞ 3 മാസമായി ചികിത്സയിലാണ്. ഇന്ന് ചികിത്സയുടെ ഫലം അറിയാനായി രണ്ടുപേരും ആശുപത്രിയിൽ പോകുന്നു. എന്നാൽ അവിടെയുള്ള ലേഡി ഡോക്ടർ ഫലം പോസിറ്റീവ് അല്ലെന്ന് അറിയിക്കുന്നു. പ്രായക്കൂടുതലോ അല്ലെങ്കിൽ ഹോർമോൺ കുറവോ ആകാം ഇതിന് കാരണമെന്ന് ഡോക്ടർ വ്യക്തമാക്കുന്നു. എങ്കിലും വിഷമിക്കേണ്ടതില്ലെന്നും അടുത്ത 3 മാസത്തേക്ക് കൂടി ചികിത്സ തുടരാമെന്നും അവർ നിർദ്ദേശിക്കുന്നു. ഒരു ദിവസം ബെല്ലൂർ പോലീസിൽ നിന്ന് അജീബിന് ഒരു കോൾ വരുന്നു. ബെല്ലൂരിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം ലഭിച്ചിട്ടുണ്ടെന്നും അവിടെ നിന്ന് ലഭിച്ച തെളിവുകൾ പ്രകാരം അയാൾ അജീബിന്റെ നാട്ടുകാരനാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നും അവർ അറിയിക്കുന്നു. അജീബ് ഈ കേസിന്റെ വിവരങ്ങൾ കുറിച്ചു വെക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു കിണറ്റിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയതായി അജീബിന് വിവരം ലഭിക്കുന്നു. അവൻ ഉടൻ തന്നെ തന്റെ സംഘത്തോടൊപ്പം സ്ഥലത്തേക്ക് കുതിക്കുന്നു. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കിണറ്റിൽ കിടന്ന മൃതദേഹം പുറത്തെടുക്കുന്നു. അതൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്നും മരിച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ടാകുമെന്നും മനസ്സിലാക്കുന്നു. അന്നു രാത്രി ഇൻസ്പെക്ടർ അജീബിനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. മൃതദേഹം പരിശോധിച്ച ഡോക്ടർ ശരീരത്തിൽ യാതൊരുവിധ ബലപ്രയോഗത്തിന്റെയോ ലൈംഗിക അതിക്രമത്തിന്റെയോ ലക്ഷണങ്ങളില്ലാത്തതിനാൽ ഇതൊരു ആത്മഹത്യയാകാനാണ് സാധ്യതയെന്ന് പറഞ്ഞതായി അജീബ് ഇൻസ്പെക്ടറെ അറിയിക്കുന്നു. എന്നാൽ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പച്ച കുത്തിയിട്ടുണ്ടല്ലോ, അത് ഏത് ഭാഷയാണെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അത് കന്നഡ ഭാഷയാണെന്ന് അജീബ് പറയുന്നു. ജോലിക്കായി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊടിയേറി പാർത്ത ഏതെങ്കിലും സ്ത്രീയാകാം ഇതെന്ന് അനുമാനിച്ച് ഇൻസ്പെക്ടർ അത്തരം ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കാൻ ഉത്തരവിടുന്നു. അജീബും ജോയിയും ചേർന്ന് കുടിയേറ്റ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ദുർഗ എന്ന സ്ത്രീയോട് ഈ കുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം അവർ അറിയില്ലെന്ന് പറയുന്നു. എന്നാൽ പിന്നീട് കർശനമായി ചോദ്യം ചെയ്തപ്പോഴാണ് അവർ സത്യം വെളിപ്പെടുത്തുന്നത്. ദുർഗയുടെ സഹോദരിക്ക് ദുബായിൽ ജോലി ലഭിച്ചിട്ടുണ്ടെന്നും ഇത് പോലീസ് കേസായാൽ അവൾക്ക് വിസ ലഭിക്കില്ലെന്നും ഭയന്നാണ് കാര്യം മറച്ചുവെച്ചതെന്നും അവർ പറയുന്നു. മരിച്ച സ്ത്രീയുടെ പേര് ശോഭ എന്നാണ്. അവൾ അവിടെ കെട്ടിട നിർമ്മാണ ജോലി ചെയ്യുകയായിരുന്നു. അവൾക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവ് തുക്കുമൂർ ഡ്രൈവർ ഏരിയയിൽ ജോലി ചെയ്തതായാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അയാളുടെ ഫോൺ നമ്പർ ദുർഗയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ അവർക്ക് ജോലി നൽകുന്ന ഏജന്റായ സിബു ചേട്ടനെ കാണാൻ നിർദ്ദേശിക്കുന്നു. അദ്ദേഹം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു നിർമ്മാണ സ്ഥലത്തുണ്ടെന്നും അവർ പറയുന്നു. പോകുന്നതിന് മുൻപ് ശോഭയുടെ കയ്യിൽ പച്ച കുത്തിയിരുന്ന പേര് എന്താണെന്ന് അജീബ് ചോദിക്കുമ്പോൾ അത് രാജു എന്നാണെന്ന് ദുർഗ വ്യക്തമാക്കുന്നു. അജീബ് സിബുവിനെ കണ്ട് അന്വേഷിച്ചപ്പോൾ ശോഭയ്ക്ക് സ്വന്തമായി ഫോണില്ലായിരുന്നെന്നും ജോലിയുള്ളപ്പോൾ അവൾ നേരിട്ട് വരുമായിരുന്നെന്നും അറിയുന്നു. അവളെ അവിടെ ജോലിക്ക് ചേർത്തത് ഭർത്താവ് രാജു തന്നെയാണ്. അയാൾ സിനിമയിൽ ജോലി ചെയ്തിരുന്നതായി കേട്ടിട്ടുണ്ടെന്നും സിബു പറയുന്നു. ശോഭയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കൊഴുവലി ഭാഗത്തുള്ള റെയിൽവേ ട്രാക്കിന് സമീപമാണ് അവർ താമസിക്കുന്നതെന്ന് സിബു വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ വിളിക്കാമെന്ന് പറഞ്ഞ് സിബുവിന്റെ ഫോൺ നമ്പറും വാങ്ങി അജീബ് അവിടെ നിന്ന് മടങ്ങുന്നു. അജീബും ജോയിയും ശോഭയുടെ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ ശോഭയും രാജുവും അവരുടെ കുട്ടികളും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ കണ്ടെത്തുന്നു. അന്നു രാത്രി സിബുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അജീബ് ഈ ഫോട്ടോ കാണിക്കുന്നു. ഫോട്ടോയിലുള്ളത് രാജുവും ശോഭയും അവരുടെ കുട്ടികളുമാണെന്ന് സിബു സ്ഥിരീകരിക്കുന്നു. ഫോട്ടോ എടുത്ത സ്റ്റുഡിയോയുടെ പേര് മനസ്സിലാക്കി അജീബും ജോയിയും കർണാടകയിലുള്ള ആ സ്റ്റുഡിയോയിൽ എത്തുന്നു. അവിടെയുള്ള ഫോട്ടോഗ്രാഫറോട് ചോദിച്ചപ്പോൾ അവരെ വ്യക്തിപരമായി അറിയില്ലെങ്കിലും അവർ ചിത്രവല്ലി ഗ്രാമത്തിൽ നിന്നുള്ളവരാണെന്ന് അയാൾ പറയുന്നു. തുടർന്ന് അവിടുത്തെ പ്രാദേശിക പോലീസിനെയും കൂട്ടി അജീബും ജോയിയും ചിത്രവല്ലി ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു ചായക്കടയിൽ വെച്ച് ജോയി യാദൃശ്ചികമായി രാജുവിനെ കണ്ടെത്തുന്നു. അജീബും ജോയിയും ചേർന്ന് രാജുവിനെ ബസ്സിൽ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. യാത്രാമധ്യേ രാജു തന്റെ ഭൂതകാലം വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. തങ്ങൾ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടുകാരാണെന്നും ജീവിക്കാൻ വേണ്ടിയാണ് കർണാടകയിലെ ദേവഗേരയിലേക്ക് വന്നതെന്നും രാജു പറയുന്നു. കുട്ടിക്കാലം മുതലേ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതായിരുന്നു അവരുടെ ജോലി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ദേവഗേരയിൽ വലിയ പ്രളയമുണ്ടായപ്പോൾ അവിടുത്തെ ചില ഗ്രാമീണർക്കൊപ്പം തങ്ങൾ ബസ് മാർഗം പൈത്തോട്ടയിലേക്ക് പോന്നു.
ആ ബസ് യാത്രയിലാണ് താൻ ശോഭയെ ആദ്യമായി കാണുന്നത്. പിന്നീട് പലയിടങ്ങളിൽ വെച്ച് അവർ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്തു. പ്രണയത്തിന്റെ അടയാളമായി അവൾ കയ്യിൽ രാജു എന്ന് പച്ചകുത്തി. പിന്നീട് അവർ വിവാഹിതരാവുകയും അവർക്ക് 2 കുട്ടികൾ ജനിക്കുകയും ചെയ്തു. എന്നാൽ കനത്ത മഴ കാരണം കളിപ്പാട്ടങ്ങൾ ആരും വാങ്ങാതായതോടെ ബിസിനസ് നഷ്ടത്തിലായി. അങ്ങനെ ജോലി തേടി അവർ ചിത്രവല്ലിയിലേക്ക് മാറി. അവിടെ വെച്ച് ശോഭയുടെ ദൂരത്തുള്ള ബന്ധുവായ ഗണേശനെ അവർ കണ്ടുമുട്ടി. ഗണേശനാണ് അവർക്ക് താമസിക്കാൻ വീടെടുത്ത് നൽകിയത്. രാജു രാവിലെ ജോലിക്ക് പോയത് രാത്രി വൈകിയാണ് മടങ്ങിയെത്തിയിരുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ 2-3 ദിവസം മാത്രമാണ് കുട്ടികളെ കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഗണേശൻ കുട്ടികളോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് രാജു വീട്ടിലെത്തിയപ്പോൾ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. വാതിലിന്റെ പഴുതിലൂടെ നോക്കിയപ്പോൾ ഗണേശനും ശോഭയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് അവൻ കണ്ടു. അത് താങ്ങാൻ കഴിയാതെ രാജു ഇനി തങ്ങളുടെ ജീവിതത്തിൽ ഗണേശൻ ഉണ്ടാകരുതെന്ന് തീരുമാനിച്ച് കുടുംബത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. എന്നാൽ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും വീട്ടിൽ നിന്ന് ഗണേശനും ശോഭയും ഒരുമിച്ച് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇതിനപ്പുറം സഹിക്കാൻ കഴിയാത്തതിനാൽ കുട്ടികളെയും കൂട്ടി താൻ അവിടെ നിന്ന് പോന്നു എന്ന് രാജു കരഞ്ഞു പറയുന്നു. കേരളത്തിലെ ധർമ്മടത്ത് എത്തിയ ശേഷം അജീവും ജോയിയും മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ശോഭയുടെ മൃതദേഹം രാജുവിനെ കാണിക്കുന്നു. അത് കണ്ട് പൊട്ടിക്കരഞ്ഞ രാജു ഇതിനെല്ലാം കാരണം ഗണേശനായിരിക്കുമെന്ന് പറയുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അജീബ് ചോദിച്ചപ്പോൾ ഈ അവസ്ഥയിൽ കുട്ടികളെ മൃതദേഹം കാണിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഇവിടെ തന്നെ സംസ്കരിക്കാമെന്നും രാജു സമ്മതിക്കുന്നു. ഇതിനായുള്ള സമ്മതപത്രം ഒപ്പിട്ട് അവൻ അജീബിന് നൽകുന്നു. നാട്ടിലേക്ക് മടങ്ങാൻ ജോയി അവന് പണം നൽകുന്നു. കുട്ടികൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വെണ്ണൂരിലുള്ള സഹോദരരുടെ വീട്ടിലാണെന്ന് രാജു പറഞ്ഞു. ഇതിനുശേഷം അജീബ് ശോഭയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കാണുന്നു. ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് ശോഭ മരിച്ചതെന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഇതൊരു കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാരണം ശോഭ അബദ്ധത്തിൽ കിണറ്റിൽ വീണതാണെങ്കിൽ ബോധത്തോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ കയറുന്ന വെള്ളത്തിൽ അളവ് പരിമിതമായിരിക്കും. എന്നാൽ ശോഭ ബോധമില്ലാത്ത അവസ്ഥയിലാണ് കിണറ്റിൽ വീണത്. അതുകൊണ്ടാണ് ശരീരത്തിൽ വലിയ അളവിൽ വെള്ളം കണ്ടെത്തിയത്. കൂടാതെ തലയിൽ ശക്തമായി അടിയേറ്റ ഒരു പാടുമുണ്ടായിരുന്നു. ഒന്നുകിൽ കിണറ്റിൽ വീഴുന്ന സമയത്ത് തലയിടിച്ചതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം കിണറ്റിലേക്ക് തള്ളിയിട്ടതാകാം എന്ന് ഡോക്ടർ പറയുന്നു. ഈ വിവരം നന്ദകുമാറിനെ വിളിച്ചു പറയാൻ അജീബ് ശ്രമിച്ചെങ്കിലും അദ്ദേഹം മന്ത്രിയുടെ എസ്കോർട്ട് ഡ്യൂട്ടിയിലായതിനാൽ ഫോൺ എടുത്തില്ല. ഈ സമയത്ത് രാജുവിന്റെ അമ്മയും സഹോദരിയും ഭർത്താവും സ്റ്റേഷനിലെത്തി അജീബിനെ കാണുന്നു. ശോഭയുടെ മരണം അന്വേഷിക്കാൻ രാജു സ്റ്റേഷനിലെത്തിയതായി പത്രത്തിൽ കണ്ടതിനെ തുടർന്നാണ് അവർ വന്നത്. രാജു വർഷത്തിൽ 2 തവണയെങ്കിലും വീട്ടിൽ വരുമായിരുന്നെന്നും എന്നാൽ കഴിഞ്ഞൊരു വർഷമായി അവൻ വന്നിട്ടില്ലെന്നും അമ്മ പറയുന്നു. 3 മാസം മുൻപ് കുട്ടികളെ ഏൽപ്പിക്കാൻ രാജു ബെല്ലൂരിലെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്ന് അജീബ് സഹോദരിയോട് ചോദിക്കുന്നു. എന്നാൽ തങ്ങൾ താമസിക്കുന്നത് ബെല്ലൂരിലല്ല, ചിത്രവല്ലിയിലാണെന്നും കുട്ടികളെ കണ്ടിട്ട് 1 വർഷത്തിലേറെയായെന്നും അവർ പറയുന്നു. അജീബ് രാജുവിന്റെ ഫോട്ടോ അവരെ കാണിച്ചപ്പോൾ ഇത് രാജു അല്ല, ഇത് ശോഭയുടെ ദൂരത്തുള്ള ബന്ധുവായ ഭുവനേഷ് ആണ് എന്ന് അവർ വെളിപ്പെടുത്തുന്നു. ഈ ഞെട്ടിക്കുന്ന വിവരം അജീബും ജോയും നന്ദകുമാറും ചേർന്ന് ഇൻസ്പെക്ടറോട് പറയുന്നു. പ്രധാന പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടും വിട്ടയച്ചതിന് ഇൻസ്പെക്ടർ അവരോട് കോപിക്കുകയും 24 മണിക്കൂറിനുള്ളിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. ഈ സമയം ഭുവനേഷ് തന്റെ നാട്ടിൽ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം ഉത്സവത്തോടനുബന്ധിച്ച് സുഹൃത്തുക്കളുമായി ചേർന്ന് ചീട്ട് കളിക്കുകയായിരുന്നു. അജീബും ജോയും സംഘവും അവിടെ എത്തുന്നു. പോലീസിനെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഭുവനേഷിനെ അജീബ് ഓടിച്ചിട്ട് പിടിക്കുന്നു. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ താൻ രാജു അല്ല ഭുവനേഷ് ആണെന്ന് അവൻ സമ്മതിച്ചു. കുട്ടിക്കാലം മുതലേ ഭുവനേഷും ശോഭയും പ്രണയത്തിലായിരുന്നു. എന്നാൽ ശോഭയുടെ വീട്ടുകാർ ഇതിനെ എതിർക്കുകയും അവളെ രാജുവിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ ശോഭയുടെ അമ്മ ഭുവനേഷിന് ഒരു കത്തയച്ചു. രാജുവിന് ജോലിയില്ലാത്തതിനാൽ ശോഭയും കുടുംബവും വലിയ കഷ്ടപ്പാടിലാണെന്നും അവർ ചിത്രവല്ലിയിലേക്ക് വരികയാണെന്നും കത്തിലുണ്ടായിരുന്നു. അവർ അവിടെ എത്തിയപ്പോൾ ഭുവനേഷാണ് അവർക്ക് വീടെടുത്തു നൽകിയത്. രാജു ദിവസവും മദ്യപിച്ചെത്തി ശോഭയെ ഉപദ്രവിക്കുമായിരുന്നു. കരയുന്ന ശോഭയെ ഭുവനേഷ് ആശ്വസിപ്പിച്ചു. അങ്ങനെ അവർ വീണ്ടും അടുത്തു. ഭുവനേഷ് അവൾക്ക് ഒരു മാലയും വാങ്ങി നൽകി. ഒരു ദിവസം രാത്രി കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭുവനേഷ് ശോഭയെ കെട്ടിപ്പിടിക്കുന്നത് ജനൽ പഴുതിലൂടെ മദ്യപിച്ചെത്തിയ രാജു കണ്ടു. വാതിലിൽ ആരോ നോക്കുന്നതായി തോന്നിയപ്പോൾ അവർ നോക്കിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. അതിനുശേഷം രാജുവിനെ അവിടെ കണ്ടിട്ടില്ല. പിന്നീട് കൊടുവാലിയിൽ ഷൂട്ടിംഗ് ഉള്ളതിനാൽ ഭുവനേഷ് ശോഭയെയും കുട്ടികളെയും അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയുള്ളവർ തങ്ങൾ ദമ്പതികളാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി ശോഭയാണ് ഭുവനേഷിനോട് തന്റെ പേര് രാജു എന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടത്. ഒരു ദിവസം ഭുവനേഷ് വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ കാണാനില്ലായിരുന്നു. രാജു വന്ന് കുട്ടികളെ കൊണ്ടുപോയെന്നും കുട്ടികൾ നമുക്കൊരു ബാധ്യതയായിരുന്നുവെന്നും താൻ ഇനി നിനക്കുള്ളതാണെന്നും ശോഭ പറഞ്ഞു. കുട്ടികളെ ഒഴിവാക്കിയതിലുള്ള ദേഷ്യത്തിൽ ഭുവനേഷ് ശോഭയുടെ കരണത്തടിച്ചു. താഴെ വീണ ശോഭയുടെ തല കല്ലിലിടിച്ച് ചോര വരാൻ തുടങ്ങി. ശ്വാസമില്ലെന്ന് കണ്ടതോടെ മരിച്ചുവെന്ന് കരുതി മൃതദേഹം അന്നു രാത്രി തന്നെ കിണറ്റിൽ തള്ളാൻ ഭുവനേഷ് തീരുമാനിച്ചു. എന്നാൽ മൃതദേഹം കിണറ്റിനടുത്തെത്തിയപ്പോൾ ആ വഴി ഭക്തർ വരുന്നത് കണ്ട് ഭുവനേഷ് ശോഭയെ കിണറ്റിൻ കരയിലെ തൂണിൽ ചാരിയിരുത്തി. അവർ കടന്നുപോയതിന് തൊട്ടു പിന്നാലെ ശോഭ തനിയെ വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. കോടതി ഭുവനേഷിനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നു. രാജുവും കുട്ടികളും എവിടെയാണെന്ന് അറിയില്ലെന്ന് അജീബ് ഇൻസ്പെക്ടറോട് പറയുന്നു. എന്നാൽ അവർ നമ്മുടെ പരിധിയിൽ വരാത്തതിനാൽ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ലെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഈ സമയത്ത് ഗോവയിൽ നിന്ന് അജീബിന് ഒരു കോൾ വരുന്നു. അപ്പോഴാണ് ബെല്ലൂരിൽ ലഭിച്ച കത്തിക്കരിഞ്ഞ പുരുഷ മൃതദേഹത്തിന്റെ കാര്യം അവൻ ഓർക്കുന്നത്. ഭുവനേഷ് കുട്ടികളെ ബെല്ലൂരിലാണ് വിട്ടതെന്ന് ആദ്യം കള്ളം പറഞ്ഞിരുന്നു. അതിനാൽ ഈ
കേസിന് ഭുവനേഷുമായി എന്തോ ബന്ധമുണ്ടെന്ന് അജീബ് സംശയിക്കുന്നു. 2 ദിവസത്തെ അവധിയെടുത്ത് അജീബ് നേരിട്ട് ബെല്ലൂരിലേക്ക് പോകുന്നു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഒരു വിളക്ക് ലഭിക്കുന്നു. ആ വിളക്കിന്റെ അടിയിൽ ധർമ്മടം എന്ന സീൽ ഉണ്ടായിരുന്നു. ഈ സീൽ വെച്ചാണ് അവർ ധർമ്മടം പോലീസിനെ വിവരം അറിയിച്ചിരുന്നത്. അജീബ് ആ വിളക്കുമായി ധർമ്മടത്തെ ഒരു കടയിൽ അന്വേഷിച്ചപ്പോൾ 1 വർഷം മുൻപ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഈ വിളക്കുകൾ അവിടെ നിന്ന് വാങ്ങിയിരുന്നതായി കടക്കാരൻ സ്ഥിരീകരിക്കുന്നു. വാങ്ങിയ ആളുടെ വിലാസവും നൽകുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ആ വിളക്കുകൾ അതിലുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന് ശേഷം ഭുവനേഷ് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിളക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ തെളിവുകളുമായി അജീബും ജോയിയും വീണ്ടും ഭുവനേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. നിന്റെ പ്രിയപ്പെട്ട വിളക്ക് എങ്ങനെയാണ് ആ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിന് സമീപം വന്നതെന്നും കൊല്ലപ്പെട്ടത് രാജു ആണെന്നും അജീബ് ചോദിക്കുന്നു. ഒടുവിൽ ഭുവനേഷ് ആ കൊലപാതകവും സമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാജു ശോഭയെ ഉപദ്രവിക്കുന്നത് കണ്ട് ഭുവനേഷ് അവിടെ എത്തുന്നു. ഭുവനേഷ് രാജുവിനെ മദ്യപിക്കാൻ ക്ഷണിക്കുന്നു. മദ്യപിക്കുന്നതിനിടയിൽ ശോഭയെ ചൊല്ലി അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. വഴക്കിനിടയിൽ ശോഭ ഭുവനേഷിന് ഒരു കയർ എറിഞ്ഞു കൊടുക്കുന്നു. ആ കയർ ഉപയോഗിച്ച് ഭുവനേഷ് രാജുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. തുടർന്ന് മൃതദേഹം ബെല്ലൂർ കാട്ടിലെത്തിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. കത്തിക്കുന്നതിനിടയിൽ ഭുവനേഷിന്റെ കൈക്കും പൊള്ളലേറ്റതിനാൽ അവൻ വിളക്ക് അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. ശോഭ പിന്നീട് ഭുവനേഷിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. രാജുവിനെ കൊന്ന കാര്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് തന്നെയും കുട്ടികളെയും ഭുവനേഷിനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവൾ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ ഭുവനേഷ് കിടക്കയിൽ വെച്ച് തലയണ അമർത്തി ശോഭയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെ മൃതദേഹം കിണറ്റിൽ തള്ളിയത്. കുട്ടികളെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഭുവനേഷ് മറുപടി നൽകുന്നു. ശോഭയെ കൊന്നതിന് ശേഷം അവിടുന്ന് രക്ഷപ്പെടാൻ ഭുവനേഷ് ശ്രമിക്കുമ്പോൾ ശോഭയുടെ മകൾ വിശക്കുന്നു എന്ന് പറഞ്ഞുണർന്നു. അവൻ അവർക്ക് ഭക്ഷണം നൽകി. അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പുറത്തു പോയതാണെന്ന് കള്ളം പറഞ്ഞു. തുടർന്ന് കുട്ടികളെ അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും വാങ്ങിയില്ല. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് മുംബൈയിലേക്കുള്ള ട്രെയിനിൽ അവരെ കയറ്റിവിട്ട് ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഭുവനേഷ് അവിടെ നിന്ന് മുങ്ങി. റെയിൽവേ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അജീബ് ഇത് സത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നു. കുട്ടികളെ കണ്ടെത്തണമെന്ന് അജീബ് പറയുമ്പോൾ മുംബൈയിലേക്കുള്ള യാത്രയിൽ നിരവധി സ്റ്റേഷനുകൾ ഉള്ളതിനാൽ അത് അസാധ്യമാണെന്ന് നന്ദകുമാർ പറയുന്നു. എങ്കിലും കുട്ടികളുടെ ഫോട്ടോ എല്ലാ സ്റ്റേഷനുകളിലേക്കും അയക്കാൻ ഇൻസ്പെക്ടർ നിർദ്ദേശിക്കുന്നു. അജീബ് തന്റെ പ്രൊബേഷൻ കാലാവധി കഴിയാറായ സമയത്തും സ്വന്തം ചിലവിൽ കുട്ടികളെ തിരയാൻ തീരുമാനിക്കുന്നു. ഓരോ സ്റ്റേഷനിൽ ഇറങ്ങിയും അവൻ കുട്ടികളുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ ജോയിയും അജീബിനൊപ്പം ചേർന്നു. രണ്ടുപേരും മുംബൈയിലെത്തി അവിടുത്തെ വനിതാ പോലീസിന്റെ സഹായം തേടുന്നു. ഒരു റെയിൽവേ ജീവനക്കാരൻ കുട്ടികളെ ധാരാവിയിലെ ഒരു ഷെൽട്ടറിൽ എത്തിച്ചതായി അവർ കണ്ടെത്തുന്നു. അതീവ അപകടം പിടിച്ച ആ സ്ഥലത്ത് പോലീസ് സഹായത്തോടെ അവർ പരിശോധന നടത്തുന്നു. ആദ്യം അവിടുത്തെ മാനേജർ കുട്ടികൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും പോലീസിന്റെ ഭീഷണിക്ക് വഴങ്ങി ഒടുവിൽ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ കുട്ടികൾക്കിടയിൽ അജീബ് തിരിഞ്ഞ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മടങ്ങാൻ നേരം ഒരു തമിഴ് സംസാരം കേട്ട് അജീബ് തിരിഞ്ഞു നോക്കുന്നു. അവിടെ ഒരു മൂലയിൽ ആ 2 കുട്ടികളും ഇരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ അനിയത്തിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു. അജീബും ജോയിയും ചേർന്ന് ആ കുട്ടികളെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ഈ സിനിമ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. മുംബൈയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ 2 കുട്ടികളും അക്കാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അഷ്റഫിന്റെ സഹായത്തോടെ ഇന്ന് നല്ല നിലയിൽ പഠിച്ചു വളരുകയാണ്. ഇങ്ങനെയാണ് ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നത്. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.